Hi all, welcome back to my channel, Unique Eats. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതിന് നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചൈന ഗ്രാസോ ജലാറ്റിനോ അതിനൊന്നും ആവശ്യമില്ല കേട്ടോ. അല്ലാതെ തന്നെയാണ് നമ്മൾ ഈ ഒരു പുഡിങ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ഒരു 750 ml പാല് ഇവിടെ ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു പാക്കറ്റും പിന്നെ ഒരു പാക്കറ്റിൻ്റെ പകുതി കൂടെ മതി കേട്ടോ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ഏകദേശം ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ടൊരു 1/4 കപ്പ് അളവിൽ വൈറ്റ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കാണ്ടിരിക്കൊന്നും വേണ്ട. നമുക്ക് ഇത് ഞാൻ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഉള്ളതുകൊണ്ട് ചേർത്ത് കൊടുത്താണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മധുരത്തിന് നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ഈ ഒരു മിൽക്ക് മെയ്ഡും ചോക്ലേറ്റും ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതൊന്ന് മെൽറ്റ് ആകുമ്പോഴേക്കും നമുക്കതിലോട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി അതൊന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടെ മധുരം ആവശ്യമുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോക്ലേറ്റും മിൽക്ക് മെയ്ഡും ഒന്നും ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. മിൽക്ക് മെയ്ഡ് ചേർക്കുകയാണെങ്കിൽ ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് മിൽക്ക് മെയ്ഡും 1/2 കപ്പിൻ്റെ അടുത്ത് പഞ്ചസാരയും ചേർത്തോളൂ. പുഡിങ് പിന്നെ മധുരം കുറവ് ആവശ്യമുള്ളവർ അതിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് കുറച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് 1/2 കപ്പ് അളവിൽ പഞ്ചസാരയാണ്. ഇത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മധുരം കുറവ് മതി എന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് അളവിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ 3 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പാല് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതും ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് കട്ടിയാവാനുള്ള ഈ ഒരു പാല് കട്ടിയാവാനുള്ള ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചൈന ഗ്രാസും ജലാറ്റിനും ഒന്നും ചേർക്കാത്തതുകൊണ്ടാണ് നമ്മൾ 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും 2.5 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റർഡ് പൗഡറും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കോൺഫ്ലോർ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. എനിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക കോൺഫ്ലോർ ചേർക്കുമ്പോഴാണ് കേട്ടോ. അതിലോട്ട് ഒരു 1/4 കപ്പ് അളവിൽ പാലും കൂടെ ഒഴിച്ചിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു നല്ല ചൂടായിട്ടുള്ള ഈ ഒരു പാലിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ പാല് ചൂടാകുന്നതിന് മുമ്പ് തന്നെ ചേർക്കേണ്ട, അത്യാവശ്യം നല്ല ചൂടായിട്ട് ഇത് ചേർത്ത് കൊടുത്താൽ മതി. ലാസ്റ്റ് ചേർത്താൽ മതി കേട്ടോ. ഈ ഒരു കസ്റ്റാർഡിൻ്റെയും അതേപോലെ ഇതിൻ്റെ ഒരു മിക്സ് ഇത് ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പാല് കട്ടിയായി പോവും. അതുകൊണ്ടാണ് ലാസ്റ്റ് ചേർക്കാൻ പറഞ്ഞത്. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടിട്ട് ഒരു 4-5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇത് ചൂടാവാൻ വേണ്ടിയിട്ട് വെക്കുക. ചെറുതായിട്ട് തിള വരുന്ന സമയത്ത് നമുക്കിത് ഓഫാക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല കട്ടിയായിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് കട്ടിയാവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. നമ്മളിത് ചൂടാറി കഴിഞ്ഞ് ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പോഴേക്കും ഇത് വീണ്ടും ഒന്നും കൂടെ കട്ടിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല. അല്ലെങ്കിൽ ഒരു പാകം കട്ടിയാണെങ്കിൽ നമുക്ക് എടുക്കുന്ന സമയത്ത് നല്ലൊരു ക്രീമി ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നല്ലപോലെ തിള വന്നിട്ടുണ്ട്. ഒരു 4 മിനിറ്റൊക്കെ ആയി ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അടിയിൽ പിടിക്കാണ്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഇത് ഓഫാക്കി കൊടുത്തതിന് ശേഷം അപ്പം തന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു പുഡിംഗ് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് തന്നെ സെറ്റായിട്ട് പോവും. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പുഡിംഗ് ട്രേയിലോട്ട് ഇതിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം റൂം ടെമ്പറേച്ചറിൽ അതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാണ്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഇടാനുള്ള കുറച്ചൊരു ഡെക്കറേഷനും കൂടെ റെഡിയാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ടൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 1/4 കപ്പോളം വെർമിസെല്ലി അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഓൾറെഡി റോസ്റ്റ് ചെയ്തിട്ടുള്ള വെർമിസെല്ലിയാണ്. നമുക്ക് റോസ്റ്റ് ചെയ്യാത്തതാണ് കേട്ടോ ഇതിന് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. റോസ്റ്റ് ചെയ്തത് നമ്മൾ വീണ്ടും റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് വല്ലാണ്ട് കട്ടിയായി പോകും. അതുകൊണ്ട് പെട്ടെന്ന് ചെയ്താൽ മതി. റോസ്റ്റ് ചെയ്തതാണ് വാങ്ങിയെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സ് പെട്ടെന്ന് അങ്ങ് ചെയ്താൽ മതി. ഒരുപാട് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാതെ പെട്ടെന്ന് അങ്ങ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഫ്ലെയിം ലോ ആക്കി കൊടുത്തിട്ട് ഈ ഒരു 1/4 കപ്പ് വെർമിസെല്ലിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അതിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും നട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 7-8 ചെറിയ കശുവണ്ടി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ടൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 4 ടേബിൾ സ്പൂൺ വെച്ചാൽ 1/4 കപ്പ് അളവാണ് കേട്ടോ. അതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി അതിലേക്കൊരു 1/4 കപ്പ് അളവിൽ തന്നെ പാൽപ്പൊടി കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊരു 1 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന്
മിക്സ് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾ റോസ്റ്റ് ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഒരു കളറ് മാറുന്നത് വരെ, ഈ ഒരു വേർമിസെല്ലിയുടെ കളറ് മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്കിതിൻ്റെ മുകളിൽ ഇടാനുള്ള ഒരു മധുരമുള്ള അത്യാവശ്യം നല്ലൊരു ടേസ്റ്റുള്ള ഒരു ക്രഞ്ചിനെസ് ഉള്ള ഒരു ഡെക്കറേഷനാണ് കേട്ടോ മുകളിൽ ഇടുന്നത്. അപ്പോൾ അടിഭാഗത്ത് നല്ല വായിലിട്ട് അലിഞ്ഞു പോകുന്നത് നമുക്കത് കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു വേർമിസെല്ലിയുടെ ക്രഞ്ച് ഇങ്ങനെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി വെക്കുക. അതിനുശേഷം നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള ഈ ഒരു പുഡിങ്ങിൻ്റെ മുകളിലോട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തും ഈവനായിട്ട് നമ്മുടെ ഈ ഒരു വേർമിസെല്ലിയുടെ മിക്സ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വേർമിസെല്ലി ഇതിൽ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടോ. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു ടേസ്റ്റാണ്. നമ്മളിതിൽ ജലാറ്റിനും കാര്യങ്ങളും ഒന്നും ഇടാത്തതുകൊണ്ട് തന്നെ ഒരുപാട് കട്ടിയൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി ഒരു ഡെസേർട്ടാണ് കേട്ടോ ഇത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.